ഞങ്ങൾ ഇന്ന് ടോർഷൻ പെൻഡുലം ആണ് ചെയ്യുന്നത്. ടോർഷൻ പെൻഡുലം ഉപയോഗിച്ച് ടോർഷൻ പെൻഡുലത്തിലെ വയറിൻ്റെ റിജിഡിറ്റി മോഡൽസ് കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ ടോർഷൻ പെൻഡുലത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ എയിം. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ എയിം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ടോർഷൻ പെൻഡുലം വേണം നമുക്ക്. അതിനുശേഷം വയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്രൂ ഗേജ്, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മീറ്റർ സ്കെയില്, ആദ്യമായിട്ട് നമുക്ക് ടോർഷൻ പെൻഡുലത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മീറ്റർ സ്കെയിൽ വേണം. അതുപോലെ സ്ക്രൂ ഗേജ്, സ്റ്റോപ്പ് വാച്ച്, പിന്നെ നമുക്ക് ടോർഷൻ പെൻഡുലത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ബാലൻസും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് ടോർഷൻ പെൻഡുലം എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ടോർഷൻ പെൻഡുലത്തിൻ്റെ വയറിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ലെങ്ത് ഇപ്പോൾ ഇത് 40 സെൻറ്റിമീറ്റർ ആയിട്ട് ഞാൻ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡിസ്കിനെ ഓസിലേറ്റ് ചെയ്യിച്ചതിന് ശേഷം അതിൻ്റെ ടൈം പീരീഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്റ്റോപ്പ് വാച്ചും സ്റ്റാർട്ട് ചെയ്യുക. ടൈം പീരീഡ് എടുക്കണം. നമ്മൾ ഒരു ലെങ്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 2 തവണ ടൈം പീരീഡ് എടുക്കണം. 20 ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡിസ്കിൽ ഒരു മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ് വെച്ചിട്ടാണ് നമ്മൾ ഓസിലേഷൻസ് നോക്കുന്നത്. അത് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സ്റ്റാർട്ട്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമുക്ക് 20 ഓസിലേഷൻസിന് വേണ്ടുന്ന ടൈം എടുത്തപ്പോൾ ആദ്യം നമുക്ക് 34 സെക്കൻഡ്സിനും രണ്ടാമത് 33 സെക്കൻഡുമാണ് കിട്ടിയത്. ഇനി നമ്മൾ ഈ T1ൻ്റെയും T2ൻ്റെയും മീൻ എടുക്കണം. അപ്പോൾ മീൻ എടുക്കുന്നത് 34 + 33 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 33.5 സെക്കൻഡ്സിന് കിട്ടും. ഇനി ടൈം പീരീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 33.5 സെക്കൻഡ്സിന് കിട്ടിയ ഈ മീൻ വാല്യൂവിനെ 20 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്ക് L/T² വാല്യൂ 0.4 ഡിവൈഡഡ് ബൈ 1.675 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0.145. നമ്മൾ വയറിൻ്റെ ലെങ്ത് 10 തവണ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ 10 റീഡിങ്സ് എടുക്കും. അതിൽ ഓരോ റീഡിങ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് L/T² വാല്യൂസ് ലഭിക്കും. അങ്ങനെ 10 വാല്യൂസിൻ്റെ മീൻ എടുത്തിട്ട് മീൻ L/T² എന്നുള്ള വാല്യൂ കാണണം. ടോർഷൻ പെൻഡുലം എന്ന് പറഞ്ഞ ഈ മെത്തേഡിലൂടെ നമ്മൾ റിജിഡിറ്റി മോഡുലസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n = 8πi/r⁴ × L/T² എന്നാണ്. ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഈ ഡിസ്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് mr²/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പിന്നെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഈ വയറാണ്. പിന്നെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വയർ. പിന്നെ T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്.